ഹലോ, ഹായ്, നമസ്കാരം. 5 സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം. 5 സെക്കൻഡ്സ് വ്യൂവിൽ എനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനുള്ളത് ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ഞാനൊരു ദിവസം ഒരു അമ്പലത്തിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് നല്ലൊരു ദർശനമെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ ഒരു പ്രായമായ നല്ല വെളുത്ത താടിയുള്ള കാവി മുണ്ടെടുത്ത് തോളിലൂടെ ഒരു സഞ്ചിയൊക്കെ തൂക്കിയിട്ട് ഒരു വൃദ്ധനായ ആള് വന്നിട്ട് നല്ല ചൈതന്യമൊക്കെ ഉണ്ട് മുഖത്ത്. എന്നോട് ചോദിച്ചു, നല്ല ദർശനം കിട്ടിയോ എന്ന്. എനിക്കധികം പരിചയമൊന്നുമില്ല അദ്ദേഹത്തെ, കണ്ടിട്ട് തന്നെയില്ല. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു സാഹചര്യം ആയതുകൊണ്ടിട്ടും എനിക്കധികം പരിചയമില്ലാത്തതുകൊണ്ടിട്ടും ഞാൻ എനിക്ക് നല്ല ദർശനം കിട്ടി എന്നറിയിക്കുന്ന രീതിയിൽ തലയൊന്ന് ആട്ടിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. പക്ഷെ ഞാനൊരു 3 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചില്ല, അപ്പോൾ തന്നെ പുറകിൽ നിന്നൊരു സൗണ്ട് കേട്ടു. എവറിത്തിങ് യു ബൈ വിത്ത് മണി കംസ് വിത്ത് ആൻ എക്സ്പയറി ഡേറ്റ്. ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു നിന്ന് നോക്കിയപ്പോൾ എന്നോട് ഈ ദർശനം നന്നായിട്ട് കിട്ടിയോ എന്ന് ചോദിച്ച ആ പ്രായമായ ആളാണത് പറയുന്നത്, എന്നെ നോക്കിക്കൊണ്ട്. ഞാൻ ചോദിച്ചു, എന്താ ചേട്ടാ പറഞ്ഞതെന്ന് ചോദിച്ചു. നിങ്ങൾ പണം നൽകി വാങ്ങുന്നതെല്ലാം ഒരു എക്സ്പയറി ഡേറ്റ്, കാലഹരണ തീയതിയോട് കൂടിയാണ് വരുന്നതെന്ന്. ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ പൈസ കൊടുത്ത് സമ്പാദിക്കുന്ന സ്നേഹവും സൗഹൃദവും എല്ലാം നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന പലവ്യഞ്ജനം പോലെയോ മറ്റു വസ്തുക്കൾ പോലെയോ തന്നെയാണ്. അത് കുറച്ച് നാൾ കഴിഞ്ഞാൽ അഴുകിപ്പോകും. അപ്പൊ ഞാൻ ഒന്ന് സ്തബ്ധനായി പോയി. എൻ്റെ ഈ അവസ്ഥ കണ്ടിരിക്കുന്നത് ആ സമയത്ത് തന്നെ നമ്മളെ കാർന്നോര് അടുത്തൊരു ഡയലോഗ് കൂടി പറഞ്ഞു. ട്രൂ ലവ് കംസ് വിത്ത് എ പ്രൈസ് ടാഗ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്ന് വെച്ചാൽ യഥാർത്ഥ സ്നേഹം ഒരു വിലയുമായിട്ടാണ് വരുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ചേട്ടൻ ഈ പറയുന്നത് നേരത്തെ പറഞ്ഞതുമായിട്ടൊരു ബന്ധമില്ലല്ലോ. അപ്പൊ യഥാർത്ഥ സ്നേഹം എന്നുള്ളതിന് ഒരു വിലയുമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞത് തമ്മിൽ ഇതൊരു ആ, ബന്ധമില്ലാത്ത രീതിയിലല്ലേ സംസാരിക്കണേന്ന് ചോദിച്ചു. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ. അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ അർത്ഥം യഥാർത്ഥ സ്നേഹം ഒരു പ്രൈസ് ടാഗുമായിട്ട് വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ യഥാർത്ഥ സ്നേഹം നിങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോഴാണ്. ഈ നഷ്ടപ്പെടുന്ന നിങ്ങളുടെ ആഘാതം, ആ വരുന്ന ആഘാതമാണ് ഈ യഥാർത്ഥ സ്നേഹത്തിന്റെ പ്രൈസ്. നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടമാണ്, ഈ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നഷ്ടമാണ് യഥാർത്ഥ പ്രൈസ് ടാഗ്. ഞാൻ ഭയങ്കരമായിട്ട് സ്തബ്ധനായി പോയി ഇത് കേട്ടപ്പോൾ. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എനിക്ക് ഇയാൾ ആരാണെന്നോ എന്താണ് അങ്ങേര് ചെയ്യുന്നതെന്നോ അറിയാനുള്ളൊരു ആഗ്രഹം ഉണ്ടായപ്പോൾ ചോദിച്ചു, ചേട്ടൻ എന്താ ചെയ്യുന്നത്, എന്താ ഇവിടെ, എന്താ കാര്യങ്ങൾ ചെയ്യണേന്ന് ചോദിച്ചു. ഞാൻ കുറച്ച് മാറി താമസിക്കുന്ന ഒരാളാണ്. എൻ്റെ ലൈഫ് മുഴുവൻ പബ്ലിക് സർവീസാണ്. മാനവസേവ തന്നെയാണ് മാധവസേവ. അപ്പൊ പൈസ ആവശ്യമുള്ള ആളുകൾക്ക് പൈസ കൊടുക്കും. എന്നാലാവുന്ന രീതിയിൽ ശാരീരികപരമായി സഹായിക്കേണ്ട ആളുകൾക്ക് ശാരീരികപരമായി സഹായിക്കും. ആരെങ്കിലും മാനസികപരമായി ഒന്ന് സഹായിക്കണമെങ്കിൽ അവരെ അതുപോലെ ഉപദേശിച്ച് സഹായിക്കുകയും ചെയ്യുന്നത്. ഞാൻ മനുഷ്യരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ എന്ന് കരുതി മറിച്ചൊന്നും ആലോചിക്കാതെ എൻ്റെ കയ്യിലിരുന്ന ഒരു 500 രൂപ ഞാൻ കയ്യിലേക്ക് വെച്ചു കൊടുത്തതും അദ്ദേഹം എൻ്റെ കയ്യിലൊരു വെള്ള കടലാസ് തന്നതും തിരിഞ്ഞു നടന്നു ഒരുപോലെയായിരുന്നു. ഞാൻ പെട്ടെന്ന് സർപ്രൈസ് ആയിപ്പോയി. പൈസ കൊടുത്ത് ഒരു വെള്ളക്കടലാസ് തന്നതും അദ്ദേഹം തിരിഞ്ഞു നടന്നതും ഒരുപോലെയായിരുന്നു. അപ്പൊ തന്നെ അതിനടുത്ത് നിന്നിരുന്ന ചെരുപ്പെല്ലാം സൂക്ഷിക്കുന്ന കൗണ്ടറിലെ ചേട്ടൻ, എനിക്ക് പരിചയമുള്ള ചേട്ടൻ. അപ്പൊ അദ്ദേഹം ഓടി വന്നു എൻ്റെ അടുത്തേക്ക്. മോനെ, പൈസ വല്ലതും കൊടുത്തു അദ്ദേഹത്തിന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കൊടുത്തു മോനെ, എൻ്റെ നാട്ടുകാരൻ അങ്ങേര്. കുറേ നാൾ അമ്പലങ്ങളിലൊക്കെ ചുറ്റി നടന്നു വരുമായിരുന്നു. ഇപ്പൊ അങ്ങേര് കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് ഭിക്ഷാടനം എടുത്താ ജീവിക്കുന്നത്, വേറെ ഒരു പണിക്കും പോകുന്നില്ല. മോൻ ഇനി പൈസ ഒന്നും കൊടുക്കരുത്. ഞാനിത് കേട്ടതോടുകൂടി വളരെ സർപ്രൈസ് ആയി പോയി. ഒന്നും മിണ്ടാതെ ഞാൻ ഈ നമ്മളുടെ കാർന്നോരെ തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് എവിടെ പോയി എന്ന് പോലും അറിയില്ല, അപ്രത്യക്ഷമായി. ഞാൻ എൻ്റെ കയ്യിൽ ഒരു വെള്ളക്കടലാസ് തന്നല്ലോ, അത് തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹം അതിൽ എഴുതിയേക്കാണ്, ഡോണ്ട് ട്രസ്റ്റ് സ്ട്രേഞ്ചേഴ്സ് ആൻഡ് ഹിയർ ദർ ഈസ് നോ ഫ്രീ ലഞ്ച്. അപരിചിതരെ വിശ്വസിക്കരുത്, ഇവിടെ ഒരു സൗജന്യ ഭക്ഷണം എന്നൊന്നില്ലായിരുന്നു. എനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരക്ഷരം പോലും പറയാതെ ഞാൻ നേരെ നടന്ന് വീട്ടിലേക്ക് പോയി. ആരോടും ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല. ഭക്ഷണം കഴിച്ച് അത് കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറി വണ്ടി എടുത്ത്, ടൂ വീലർ എടുത്ത് ഒന്ന് പുറത്തേക്ക് പോയി. ഒന്ന് കറങ്ങി ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ചെന്നപ്പോഴാണ്, അവിടെയാണ് ബീവറേജസ് ഉള്ളത്. ആ ബീവറേജസിന്റെ അടുത്ത് കൂടിയാണ് വണ്ടി ഓടിച്ച് പോകുമ്പോൾ
നമ്മൾ നേരത്തെ കണ്ട ആ കാർന്നോര് അവിടെ ഒരു കുപ്പി മദ്യവും മേടിച്ച് അതിലൊരു അരക്കുപ്പി അകത്താക്കി അവിടെ ഇരിപ്പുണ്ട്. ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി ഇദ്ദേഹത്തെ നോക്കി. പെട്ടെന്ന് തന്നെ തല വെട്ടിച്ച് അദ്ദേഹം എന്നെ നോക്കിയിട്ട് ഒരു പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, ഐ ലവ് യു യങ് മാൻ. എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയണ പോലെ എനിക്ക് തോന്നി. ആൻഡ് ദിസ് ഓൾസോ കംസ് വിത്ത് an എക്സ്പയറി ഡേറ്റ്. ഈ സ്നേഹവും ഒരു എക്സ്പയറി ഡേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. എന്ന് വേണമെങ്കിലും അതും നശിച്ചു പോകാമെന്ന്. ഒന്നും പറയാതെ ഞാൻ അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി. ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് മാത്രം കരുതിയാണ് ഇത് 5 seconds വ്യൂവിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് 5 seconds വ്യൂ. ഓൾ ദ ബെസ്റ്റ്.